ഗുരുവായൂർ കിഴക്കേ നടയിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു ആൽമരം കണ്ടിട്ടില്ലേ? ഗരുഡനും പൂന്താനവും കാവൽ നിൽക്കുന്ന ആ ആലാണ് മഞ്ജുളാൽ. ആ ആലിന് മഞ്ജുളാൽ എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? മഞ്ജുള ഒരു വാരസ്യാർ പെൺകുട്ടിയായിരുന്നു. വലിയ കൃഷ്ണഭക്ത. ഗുരുവായൂരിലായിരുന്നു അവരുടെ വീട്. എന്നും സന്ധ്യയ്ക്ക് ഗുരുവായൂരപ്പന് ഒരു മാല മഞ്ജുള കെട്ടിക്കൊണ്ടു കൊടുക്കുമായിരുന്നു. ഭഗവത് നാമം പാടിക്കൊണ്ട് പൂക്കൾ കൊണ്ട് മനോഹരമായ മാലകളുണ്ടാക്കി ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു അവൾ. ദിവസവും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ദിവസങ്ങളായി കാലിച്ചിക്കന്മാരുടെ ശല്യമാണ്. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന ഒരു കരുമാടിക്കുട്ടൻ മഞ്ജുള പോകുന്ന വഴിയിൽ നിന്ന് എന്നും കളിയാക്കുകയും ചെയ്യും. പക്ഷേ അവൾ ഗുരുവായൂരപ്പനെ മനസ്സിലോർത്ത് മറ്റൊന്നും ഗൗനിക്കാതെ നടക്കുകയാണ് പതിവ്. ഒരു ദിവസം അവൻ മനോഹരമായി പുല്ലാങ്കുഴലുമൂതി മഞ്ജുളയുടെ പുറകെ ചെന്ന് പൂമാല ചോദിച്ച് ശല്യമായി പുറകെ കൂടി. നട അടയ്ക്കുന്നതിന് മുന്നേ ചെല്ലാൻ വേണ്ടി അവൾ വേഗത്തിൽ നടന്നു. പുല്ലാങ്കുഴൽ പാട്ടുമായി ആ കാലിച്ചെക്കനും കൂടെ എത്തി. ക്ഷേത്രനടയ്ക്കൽ ചെന്ന അവളെ പക്ഷേ ക്ഷേത്രം കാവൽക്കാർ അകത്തേക്ക് കയറ്റിവിട്ടില്ല. ആൾച്ചുവട്ടിൽ ഒരു കാലിച്ചെറുക്കന്റെ കൂടെ നിൽക്കുന്ന കണ്ടു എന്ന അപരാധമാണ് അവളിൽ ചുമത്തിയത്. കയ്യിൽ താൻ കുരുത്ത പുഷ്പഹാരവുമായി വല്ലാതെ സങ്കടപ്പെട്ട് അമ്പലത്തിന് പുറത്തുനിന്ന് കരയുന്ന മഞ്ജുളയെ അമ്പലത്തിൽ നിന്നും തൊഴുതു വരുന്ന പൂന്താനം കണ്ട് കാര്യം അന്വേഷിച്ചു. മഞ്ജുള സങ്കടത്തോടെ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ പൂന്താനം കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു ആൽമരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ ആലിന്റെ ചുവട്ടിൽ കാണുന്ന കല്ല് ഭഗവാൻ എന്ന് സങ്കൽപ്പിച്ച് ആ മാല അതിൽ ചാർത്തിക്കോളൂ. കല്ലിലും മരത്തിലും എല്ലാമുള്ള ഭഗവാൻ ആ മാലയും സ്വീകരിച്ചുകൊള്ളും. അത് കേട്ട് കരച്ചിലടക്കി മഞ്ജുള ഭക്തിപൂർവം ആ മാല അവിടെയുള്ള കല്ലിനെ ചാർത്തിച്ചു. അപ്പോൾ സമയം സന്ധ്യയായിരുന്നു. അക്കാലത്ത് ആ ആലിൻ ചുവട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ ശ്രീകോവിലിലെ ദീപം കാണാമായിരുന്നു. അവൾ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥനയോടെ ദീപാരാധന കണ്ടു തൊഴുതു നിന്നു. രാത്രി അധികമാവുന്നതിന് മുന്നേ വീട്ടിലേക്ക് തിരിച്ചു അവൾ. പിറ്റേ ദിവസം നിർമാല്യത്തിന് നട തുറന്നു. മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ സാധിക്കുന്നില്ല. അത് താൻ തലേ ദിവസം ചാർത്തിയ മാലയല്ലല്ലോ എന്ന് മേൽശാന്തി അത്ഭുതപ്പെട്ടു. എല്ലാവർക്കും പരിഭ്രാന്തിയായി. കാരണമറിയാതെ എല്ലാവരും വിഷമിച്ചു നിൽക്കുമ്പോൾ അവിടെ ദർശനത്തിനെത്തിയ പൂന്താനം അവിടെ നിന്നവരോടായി തലേ ദിവസം നടന്ന കഥകൾ പറഞ്ഞുകൊടുത്തു. ഇത് മഞ്ജുള വാരസ്യാർ ഭഗവാനെ സങ്കൽപ്പിച്ച് ആലിൻ ചുവട്ടിൽ ചാർത്തിയ മാലയാണ്. ആലിൻ ചുവട്ടിൽ കാലിച്ചെക്കന്റെ രൂപത്തിൽ കണ്ടത് മറ്റാരുമായിരുന്നില്ല, അത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനായിരുന്നു. അതിനാൽ മഞ്ജുളയെ കണ്ട് ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക. അവർ വന്നാലേ ഇന്ന് നിർമാല്യം മാറ്റാൻ പറ്റൂ. അങ്ങനെ ക്ഷേത്രം കാവൽക്കാർ മഞ്ജുളയെ കണ്ട് ക്ഷമ ചോദിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. മഞ്ജുള നടക്കൽ വന്നു നിന്ന് ഭഗവാനെ എന്റെ മാല തിരികെ തരൂ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിന്റെ കഴുത്തിൽ നിന്ന് ആ മാല ഊരിപ്പോന്നു. ഭക്തയായ മഞ്ജുള ചാർത്തിയ മാല കണ്ണൻ സ്വീകരിച്ച അന്നു മുതൽ ആ ആലിന് മഞ്ജുളാൽ എന്ന പേരും കിട്ടി എന്നാണ് ഐതിഹ്യം. ഇന്നിപ്പോൾ പുതുതായി നിർമ്മിച്ച മഞ്ജുളാൽ തറയും ഗരുഡനെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും അവിടെ കാണാൻ കഴിയും. ഹരേ കൃഷ്ണ. മഞ്ജുള ഭക്ത്യാൽ കൊരുത്തോരാ തുളസി പൂമാല്യം നീ സ്വീകരിച്ചു.
ഭക്തിക്കു സാക്ഷിയായി നിന്നൊരാ വൃക്ഷമോ മഞ്ജുളാലെന്നു പ്രസിദ്ധമായി കണ്ണാ. ഭക്തയാ മഞ്ജുള ഭക്ത്യാൽ കോരുത്തോരാ തുളസി പൂമാല്യം നീ സ്വീകരിച്ചു. ഭക്തിക്കു സാക്ഷിയായി നിന്നൊരാ വൃക്ഷമോ മഞ്ജുളാലെന്നു പ്രസിദ്ധമായി കണ്ണാ. നാരായണ ഹരേ 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 നാരായണ ഹരേ.